This is a question from projection of lines. Draw the projections of a line AB 90 mm long, that is true length is given, and its midpoint M being 50 mm above HP and 40 mm in front of VP. Midpoint information complete ആയിട്ട് തന്നിട്ടുണ്ട്. മിഡ്പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. End A is 20 mm above HP and 10 mm in front of VP. End A യുടെ ഇൻഫർമേഷനും കംപ്ലീറ്റ് ആണ്. എയും എ ഡാഷും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ 5 പീസസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം അത് അഡിക്വേറ്റ് ആണ് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് XY ലൈനിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വിൽ ഡ്രോ ആൻ XY ലൈൻ. സോ ലെറ്റ്സ് സേ ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കത് നെയിം ചെയ്യണം. ദെൻ ഒരു പ്രൊജക്ടർ ലൈൻ എ ഡാഷ് അല്ലെങ്കിൽ എം ഡാഷ്, ഇത് രണ്ടിന്ന് ഏതിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ എയും എ ഡാഷും അതാണ് ചെയ്യാൻ പോകുന്നത്. എ ഈസ് 20 mm എബോ HP. സോ ഒരു വെർട്ടിക്കൽ പ്രൊജക്ടറിൽ എയും എ ഡാഷും മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. എ ഈസ് 20 mm എബോ HP മീൻസ് എ ഡാഷ് വിൽ ബി 20 mm എബോ XY. സോ 20 mm എബോ XY നമുക്കൊരു പോയിന്റ് വരുന്നു. സോ ദാറ്റ് ഈസ് യുവർ എ ഡാഷ്. And then the other point is other point means plan point. അതിൻ്റെ ടോപ്പ് വ്യൂ 10 mm in front of VP means top view will be 10 mm below XY. So 10 mm below XY we have this point, and this is for dimensioning purpose. What we are drawing is for dimensioning purpose only. Okay, and even at this time we can draw horizontal reference line later on for marking angles and all. This may be useful. So we'll draw horizontal construction lines there, and here in the region of the top view also. Okay, so the points are A dash. So we have the points A, this point is A, and this is A dash. From the given information, A dash first quadrant points are above HP in front of VP, and the distances that also we know. The distances mark ചെയ്യും. 20 mm above HP and 10 mm in front of VP. So that part is complete. Now M and M dash. അപ്പോൾ എ ഡാഷും എം ഡാഷും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണെന്നൊന്നും അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു ലോക്കസ് ലൈൻ വരച്ചിടാൻ പോവുകയാണ് എം ഡാഷിന് വേണ്ടി. So M dash 50 mm above HP and 40 mm in front of VP. Okay, so 50 mm above HP യും ഒരു ആർബിട്രറിലി ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് അവിടെ എടുത്താലും മതിയാവും. സോ ഞാനിപ്പോൾ എടുക്കുന്ന ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിലൂടെ നമുക്ക് ആ ഡിസ്റ്റൻസ് എടുക്കാം. അത് പിന്നീട് ഡയമെൻഷനിങ്ങിന് ഉപയോഗിക്കുകയും ചെയ്യാം. So 50 mm above HP we will mark a point, say somewhere here, and 40 mm in front of VP. ഇപ്പം ആ ലൈനിലൂടെ below XY 40 mm in front of VP. So somewhere, let's say somewhere here. Okay,
സോ അത് എക്സാക്ട്ലി എം ഡാഷ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വി വിൽ കൺസിഡർ ദം ആസ് എ ലോക്കസ്. ഐ മീൻ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ ദോസ് പോയിൻറ്റ്സ്. ഇപ്പോൾ വരച്ച പോയിൻറ്റ്സിലൂടെയുള്ള ഒരു ഹൊറിസോണ്ടൽസ് വരച്ചിട്ട് so these are the horizontals through that point. Distance മാർക്ക് ചെയ്യുകയും ചെയ്യാം. Now what next? This point is a dash മാർക്ക് ചെയ്തതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ്, ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ലോക്കസ് ഓഫ്, ശരിക്കും locus of m dash will be anywhere on this horizontal line, and below that 40 mm below xy we have locus of m first quadrant a point a പോലെ തന്നെ m ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആണ്. 50 mm above HP and 20 mm in front of VP, and even നമുക്കത് ഡയമെൻഷനും ചെയ്തേക്കാം. ആ പോയിൻറ്റ്സ് എം ഡാഷ് അല്ല, അതിലൂടെ നമ്മളൊരു ലോക്കസ് ലൈൻ വരയ്ക്കുകയാണെന്നേ ഉള്ളൂ. സോ വി ഹാവ്, സോ ദിസ് ഈസ് അവർ 50 and below xy on the same projector we have 40. So we have drawn two locus lines, horizontal lines. So on one line, upper line, we will be having m dash, and on the lower line, locus line, we will have point m. Point m means plant point m. Okay, so a dash ready and locus of m and m dash ready. Now we will depend on the true length line. True length is 90 mm long, so 90 mm. So midpoint, since it is a midpoint problem, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഹാഫ് എടുത്തിട്ടായിരിക്കും. ഇപ്പോൾ ട്രൂ ലെങ്ത് എ ബി ഇസ് ഈക്വൽ ടു 90 mm, and so half of that AM, and the remaining half is MB, so that will be equal to 90 by 2, 45 mm. We are talking about true length. അതിൻ്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ എ എമ്മിൻ്റെ, എ എം ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എ ഡാഷ് എം ഡാഷ് ഫ്രണ്ട് വ്യൂ ലെങ്ത്, ആൻഡ് സ്മോൾ എ എം ഈസ് ദി ടോപ്പ് വ്യൂ ലെങ്ത് ഓഫ് എ എം. അപ്പോൾ അത് യൂസ് ചെയ്താണ് ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്ന പകുതിയുടെ പ്രൊജക്ഷൻ, ലൈനിൻ്റെ ഹാഫ് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ 90 mm പകുതി, അതായത് 45 mm എ എമ്മിൻ്റെ ട്രൂ ലെങ്ത് ആണ്. സോ അത് നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. ട്രൂ ലെങ്ത് ആണ്, അപ്പാരൻറ്റ് ലെങ്ത് ലൈൻ അല്ല, ഹാഫ് ദ ലെങ്ത്. സോ എ ഡാഷിൽ നിന്ന് കോമ്പസിൽ 45 എടുത്ത് ലോക്കസ് ഓഫ് എം ഡാഷിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. ലോക്കസ് ഓഫ് എം ഡാഷിലേക്ക് 45 എടുത്ത് ലോക്കസ് ഓഫ് എം ഡാഷിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി സി. കട്ട് ചെയ്യുമ്പം ഇവിടെ ഒരു പോയിൻ്റ് വരുമെന്ന് വിചാരിക്കാം. സോ ലൈക്ക് ദിസ് പറഞ്ഞത് എ ഡാഷിൽ നിന്ന് ഒരു ആർക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തതാണ്. ഓക്കെ, സോ ലൈക്ക് ദിസ് കട്ട് ചെയ്തു. അപ്പോൾ കിട്ടിയ പോയിൻ്റാണ്. പക്ഷേ ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ എം ഡാഷ് അല്ല. സേ വിൽ മാർക്ക് സം M1 ഡാഷ്. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആ പോയിൻറ്റിനെ M1 ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പം അതിനുള്ള യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് HP, അത് ട്രൂ ലെങ്ത് ലൈനാണ്. ട്രൂ ലെങ്ത് ഹാഫ് ദ ട്രൂ ലെങ്ത് ഓഫ് വാട്ട്? ട്രൂ ലെങ്ത് ഓഫ് AM 45, അതാണ് മാർക്ക് ചെയ്തത്. ആൻഡ് ദെൻ ദി ആംഗിൾ, ഒബ്വിയസ്ലി ട്രൂ ലെങ്ത് ലൈനിൻ്റെ ഇൻക്ലിനേഷൻ ഫ്രണ്ട് വ്യൂ റീജിയനിലെ ഇത് തീറ്റയാണ്. അപ്പോൾ അതവിടെ ആംഗിൾ കിട്ടുകയാണ് നമുക്ക്.
ഇനി ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് M1 ഡാഷിലൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരച്ച് അത് ആ ഡിസ്റ്റൻസ് അതിൻ്റെ ട്രയാങ്കിളിൻ്റെ ബേസ് ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോപ്പ് വ്യൂ ലെങ്ത് സ്മോൾ am ആണ്. അത് നമ്മൾ എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ടോപ്പ് വ്യൂ റീജിയനിലേക്കാണ് ആ ഡിസ്റ്റൻസ് അവസാനം വേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഡിസ്റ്റൻസ് ആ ട്രയാങ്കിളിൻ്റെ ആ ബേസ് ലെങ്ത് നമ്മളങ്ങ് മാർക്ക് ചെയ്ത് വയ്ക്കാം ഫോർ ദ റെഫറൻസ്. പ്രൊജക്ഷൻ്റെ പാർട്ടായിട്ട് ഇതൊക്കെ നമ്മൾ ലേബൽ ചെയ്യാറുണ്ട്. സോ നമുക്കിപ്പോൾ ഈ ഒരു ലെങ്ത്, ദിസ് ലെങ്ത് ഈസ് ടോപ്പ് വ്യൂ ലെങ്ത് സ്മോൾ am. amൻ്റെ ലെങ്ത് ആണത്. am അവിടെയല്ല, ആ പൊസിഷൻ am അല്ല, പക്ഷേ അതിൻ്റെ ടോപ്പ് വ്യൂ ലെങ്ത് ഓഫ് am ഈസ് ദിസ് വൺ. അത് ടോപ്പ് വ്യൂ റീജിയനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുപോയാണ് മാർക്ക് ചെയ്യുന്നത്. താഴത്തെ പോയിൻറ്റിനെ നമുക്ക് M1 എന്ന് വിളിക്കാം. അപ്പോൾ ഈ ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് പറയുന്നത് AM1 എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ലെങ്ത് ആണ്. AM1 എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ലെങ്ത് ഓഫ് ക്യാപിറ്റൽ AM ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ്, ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇതുപോലെ തന്നെ നമ്മൾ ടോപ്പ് വ്യൂ റീജിയനിലും ട്രൂ ലെങ്ത് ലൈൻ എടുത്താൽ ഫ്രണ്ട് വ്യൂ ലെങ്ത് റെഡിയാകും. സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എയിന്ന് കോമ്പസിൽ 45 എടുക്കുക, മേളിൽ കട്ട് ചെയ്ത് M1 കിട്ടിയതുപോലെ ഇപ്പോൾ 40 mm എടുത്ത് ഇതിലും കട്ട് ചെയ്യുന്നു. 45 mm എടുത്ത് ലോക്കസ് ഓഫ് എമ്മിൽ കട്ട് ചെയ്യുന്നു. ലോക്കസ് ഓഫ് എമ്മിൽ കട്ട് ചെയ്യുമ്പോൾ ലെറ്റ് ഇറ്റ് ബി, ഇപ്പം ഇതാണ് കിട്ടുന്നതെങ്കിൽ നമുക്കവിടെ മാർക്ക് ചെയ്യണം, അവിടെ ഒരു ട്രയാങ്കിൾ വേണം. സോ ടോപ്പ് വ്യൂ റീജിയനിലെ ട്രൂ ലെങ്ത് ആണ് നമ്മളിപ്പം മാർക്ക് ചെയ്യാൻ പോകുന്നത്. സി ദിസ് ഈസ് ട്രൂ ലെങ്ത്. അതിന് മുമ്പായിട്ട് നമുക്ക് ആർക്കാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. സോ ആ ഡിസ്റ്റൻസ് എടുക്കുന്നത് ട്രൂ ലെങ്ത് ഓഫ് AM തന്നെയാണ്, ഫ്രണ്ട് വ്യൂ റീജിയനിൽ എടുത്തതുപോലെ AM, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ 45 mm. ആൻഡ് ദിസ് ആംഗിൾ ഒബിയസ്ലി ട്രൂ ലെങ്ത്, ഹാഫ് ദ ട്രൂ ലെങ്ത് എടുത്താണ് ഇത് വരച്ചിരിക്കുന്നത്. സോ ദ ആംഗിൾ ഹിയർ വിൽ ബി ഒബിയസ്ലി 5. ഓക്കെ, ആൻഡ് ദെൻ അവിടെ ആ റൈറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് ദെൻ അത് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് A' ഹൊറിസോണ്ടൽ വരെ. കാരണം ഇത് നമ്മളിവിടെ ഫ്രണ്ട് വ്യൂ ലെങ്ത്ത് ഹാഫ് ദ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണ് കിട്ടുന്നതെങ്കിലും അത് പ്രൊജക്റ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ റീജിയനിലാണല്ലോ. അപ്പോൾ അതാണ് നമ്മളിപ്പം പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുന്നത്. ഇപ്പം കിട്ടിയ ട്രൂ ലെങ്ത് ലൈനിൻ്റെ, അതായത് ടോപ്പ് വ്യൂ റീജിയനിലെ ഹാഫ് ദ ട്രൂ ലെങ്ത് വരച്ചപ്പോൾ കിട്ടിയ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് ലെങ്ത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് മാർക്ക് ചെയ്തേക്കാം. സോ ദാറ്റ് ലെങ്ത് ഈസ്, സി ദിസ് ലെങ്ത്, അത് ഫ്രണ്ട് വ്യൂ ലെങ്ത്. വാട്ട് ഈസ് ദാറ്റ്? സ്മോൾ M' ആണ് കിട്ടുന്നത്. കാരണം 5 ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് ആണ്. അത് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇനി റെഫറൻസ് പോയിൻറ്റ്സിനെ നമുക്ക് നെയിം ചെയ്യാം. താഴത്തേത് നമുക്ക് വി കോൾ ഇറ്റ് സേ M2. ആ M2നെ പ്രൊജക്റ്റ് ചെയ്ത് A' ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവയ്ക്കുന്നത് നമുക്ക് M2' എന്ന് മാർക്ക് ചെയ്യാം. കാരണം അത് ഫ്രണ്ട് വ്യൂ റീജിയനിലെ പോയിൻ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ലോക്കസ് ലൈൻസിലോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ആ AM എന്നുള്ള പോർഷൻ്റേത് കംപ്ലീറ്റ് ആകും. അപ്പം ഞാൻ ഈ ലോക്കസ് ലൈൻ ഒന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിടാം. നമുക്ക് ലെഫ്റ്റിലേക്കാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെന്നേ ഉള്ളൂ. അത് ഇനി റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതിയാകും.
സോ ഡിസ്റ്റൻസ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഡിസ്റ്റൻസ് റൊട്ടേറ്റ് ചെയ്യുമ്പം വരുന്നത് എ എം എ ഡാഷ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എ ഡാഷ് എം ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ എ ഡാഷ് M2 ഡാഷ് ഫ്രണ്ട് വ്യൂ റീജിയനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവച്ച ഡിസ്റ്റൻസ്. ആ ലെങ്ത് കിട്ടിയത് ഈ റൈറ്റ് ട്രയാങ്കിൾ, ടോപ്പ് വ്യൂ റീജിയനിലെ റൈറ്റ് ട്രയാങ്കിളിൽ നിന്നാണ് കിട്ടിയത്, ഫൈ ഇൻവോൾവ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, നൗ വി വിൽ റൊട്ടേറ്റ് ഇറ്റ്. റൊട്ടേറ്റ് വാട്ട്? റൊട്ടേറ്റ് AM1 ടോപ്പ് വ്യൂ റീജിയനിൽ വിത്ത് റെസ്പെക്ട് ടു എ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സി an arc like this, and then so what you can get is, അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് അപ്രോക്സിമേഷൻ വരികയാണെങ്കിൽ, സോ സംതിങ് ലൈക്ക് ദിസ്. ഇറ്റ്സ് നോട്ട് സ്ട്രെയിറ്റ്, ഇറ്റ് ഈസ് യു റൊട്ടേറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, റൊട്ടേറ്റ് AM1 and with A as center, so maybe like this. ഇപ്പോൾ ഒരു പോയിൻ്റ് ഇവിടെ കിട്ടുന്നു, ആൻഡ് ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി യുവർ AM. അപ്പോൾ നമുക്ക് AM എന്നുള്ളത് റെഡിയായി കിട്ടുകയാണ്. താഴേക്ക് റൊട്ടേറ്റ് ചെയ്തു, സോ AM റെഡിയായി. സോ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, പ്രൊജക്ഷൻ ഈസ് നിയർലി 80% കംപ്ലീറ്റ്. നൗ ഇവിടെ നിന്ന് രണ്ട് വിധത്തിൽ M ഡാഷ് ലൊക്കേറ്റ് ചെയ്യാം. എമ്മിൽ നിന്ന് നേരെ വെർട്ടിക്കൽ പ്രൊജക്ടർ ഈ ലോക്കസ് ഓഫ് M ഡാഷിലേക്ക് വരച്ചാലും മതി. സോ അങ്ങനെ കിട്ടുന്നതും ഇങ്ങനെ വേണമെങ്കിലാകാം, ഇപ്പം ഞാൻ ഈ വരച്ചതുപോലെ ആകാം. നമുക്ക് ഡയറക്റ്റായിട്ട് M ഡാഷ് കിട്ടും. അല്ലെങ്കിൽ ചെയ്യേണ്ടത്, അതും പറയാം. ഇപ്പോൾ കിട്ടിയത് ദിസ്, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് ദിസ് ഈസ് M ഡാഷ്. ഓക്കെ, ആൻഡ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ A ഡാഷ് M2 ഡാഷ്, അത് നമ്മൾ ഫ്രണ്ട് വ്യൂ റീജിയനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. A ഡാഷ് കോമ്പസിൽ വെച്ച് M2 ഡാഷിനെ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് കിട്ടും. സോ അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഞാൻ അത് കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത് വരുന്നത്. സോ ഇഫ് യു റൊട്ടേറ്റ് ദാറ്റ് ഡിസ്റ്റൻസ്, അത് നമ്മുടെ കൺസ്ട്രക്ഷൻ കറക്റ്റ് ആണെങ്കിൽ സോ ഡെഫിനറ്റായിട്ട് അത് ഇങ്ങനെയായിരിക്കും വരുന്നത്. സോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും M ഡാഷ് കിട്ടും എന്ന് നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ ഹാഫ് ദ പ്രൊജക്ഷൻ ലെങ്ത് ഈസ് ഓവർ. ഇനിയിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. A ഡാഷ് M ഡാഷ് വരച്ചു, അതങ്ങ് ദിസ് ഈസ് ദ ലെങ്ത്. അപ്പോൾ A ഡാഷ് M ഡാഷ് കംപ്ലീറ്റ് ആയി, അതുപോലെ തന്നെ AM കംപ്ലീറ്റ് ആയി. ഹാഫ് ദ പ്രൊജക്ഷൻ ഈസ് കംപ്ലീറ്റ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഹാഫ് ദ പ്രൊജക്ഷൻ A ഡാഷ് M ഡാഷ് എന്ന് പറയുന്ന അതേ ലെങ്ത് തന്നെയായിരിക്കും M ഡാഷ് B ഡാഷും. ബിക്കോസ് ഹാഫ് ദ ലെങ്ത് പ്രൊജക്ഷൻസും ഫുൾ ലെങ്തിൻ്റെ ഹാഫ് തന്നെയാണ് പ്രൊജക്ഷൻ ഡിസ്റ്റൻസും. അതുപോലെ അപ്പാരൻ ലെങ്ത്, ട്രൂ ലെങ്ത് ഹാഫ് ആയതുപോലെ അപ്പാരൻ ലെങ്തും ഹാഫ് വീതം തന്നെയാണ്. സോ A ഡാഷ് M ഡാഷ് തന്നെ ആയിരിക്കും M ഡാഷ് B ഡാഷ്. അതുപോലെ സ്മോൾ AM, ടോപ്പ് വ്യൂ ലെങ്ത് ഓഫ് ക്യാപിറ്റൽ AM, അത് തന്നെ ആയിരിക്കും ടോപ്പ് വ്യൂ ലെങ്ത് ഓഫ് MB. സ്മോൾ MBയും അത് തന്നെയായിരിക്കും ഹാഫ്. സോ ദിസ് ഈച്ച് വൺ വിൽ ബി ഹാഫ് ഓഫ് A ഡാഷ് M ഡാഷ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് A ഡാഷ് B ഡാഷ് ആയിരിക്കും. AM എന്ന് പറയുന്നത് MB എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അത് ഹാഫ് ഓഫ് സ്മോൾ AB കംപ്ലീറ്റ് ലെങ്ത്തിൻ്റെ ടോപ്പ് വ്യൂ, അതിൻ്റെ പകുതി തന്നെയായിരിക്കും ഹാഫ് ലെങ്ത് ഓഫ് പ്രൊജക്ഷനും. സോ ജസ്റ്റ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അതേ ലെങ്ത് മുമ്പിലേക്ക് മാർക്ക് ചെയ്താൽ മാത്രം മതി നമ്മളുടെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആകാനായിട്ട്. സോ നമ്മുടെ പ്രൊജക്ഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആകുന്നത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ A ഡാഷ് M ഡാഷ് മുമ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, സെയിം ലെങ്ത് എടുക്കുന്നു ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ദെൻ സെയിം ലെങ്ത് ആണ് A ഡാഷ് M ഡാഷ് അത് മാർക്ക് ചെയ്തത്. അതുപോലെ ടോപ്പ് വ്യൂ റീജിയനിൽ AM ഇപ്പോൾ വരച്ചിട്ടുണ്ട്, അതും മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ലെങ്ത് എടുക്കുക. സോ മേ ബി അപ്രോക്സിമേറ്റ്ലി ലൈക്ക് ദിസ്. ആൻഡ് ദെൻ ഇനി നമ്മുടെ കൺസ്ട്രക്ഷൻ കറക്റ്റ് ആണെങ്കിൽ
ഇതൊരു പക്ഷേ കുറച്ചുകൂടെ ലെങ്ത് വന്നേക്കാം. എക്സ്റ്റെൻഡ് ഇറ്റ് സ്ലൈറ്റ്ലി. ഒരു അപ്രോക്സിമേഷനാണ് ഇവിടെ നടത്തുന്നത്. അപ്പം ലെങ്ത് ഇത്രയും വന്നേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നമ്മുടെ ഇപ്പം കിട്ടിയ രണ്ട് എൻഡ് എന്ന് പറയുന്നത് ബിയും ബി ഡാഷും തന്നെയാണ്. അതൊരു വെർട്ടിക്കൽ പ്രൊജക്ടറിൽ തന്നെ ഇങ്ങനെ വരും. പിന്നെ റെഫറൻസസ് ഒക്കെ വേണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും, അവിടെ വരയ്ക്കാൻ പറ്റും. സോ ഇപ്പം കിട്ടിയത് തന്നെയാണ് നാച്ചുറലി ഹാഫ് ദ പോർഷൻ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിട്ടിയത് എ ബിയും ബോട്ടം പോയിൻ്റ് ബിയും അതിൻ്റെ ടോപ്പിൽ കിട്ടിയത് ബി ഡാഷും തന്നെയാണ്. ഇനി വേണമെങ്കിൽ B1 ഡാഷ് B2 ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് B2 ഒക്കെ ട്രൂ ലെങ്ത് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ റിക്വയർമെൻറ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ചില്ല. നമ്മൾ പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആയി. ഇനി വേണമെങ്കിൽ HT VT അതുപോലുള്ളതും അതുപോലെ ആംഗിൾ തീറ്റ ആസ് പാർട്ട് ഓഫ് ദ റിസൾട്ട് തീറ്റ എത്രയാണെന്നും ആംഗിൾ ഫൈ എത്രയാണെന്നും മെഷർ ചെയ്ത് എഴുതാം. And also you can locate the traces, locate HT VT, and that you can complete by extending front view A dash B dash and top view small ab. ഈ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ട്രൂ ലെങ്ത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താലും ഇത് ബിയും ബി ഡാഷും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പാർട്ടും കൂടെ പറയുകയാണ്. സോ ട്രൂ ലെങ്ത് ലൈൻ നമ്മുടെ ഫ്രണ്ട് വ്യൂ റീജിയനിലേത് എ ഡാഷ് M1 ഡാഷ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാഫ് ദ ലെങ്ത്ത്. അത് നമുക്കിപ്പോൾ ഫുൾ ലെങ്ത് ആയിട്ട് അത് ആ ട്രൂ ലെങ്ത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ട്രൂ ലെങ്ത് ലൈൻ മുമ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് see something like this, we extend it. And then if you draw a line through, just let me mark that one first. See, നമ്മൾ ഹാഫ് ദ പോർഷൻ്റെ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്തതുപോലെ ദ റിമൈനിങ് ട്രൂ ലെങ്ത് ആ പോർഷനോട് ഞാനങ്ങ് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. TL MB അത് M1 ഡാഷിൽ നിന്ന് മുമ്പിലേക്ക് എടുക്കുകയാണ്. MB അതും 45 എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മളൊരു പോയിൻ്റ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ് പോയിൻ്റ് ഡെഫിനറ്റ്ലി ആ പോയിൻറ്റിലൂടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചാൽ അത് ബി ഡാഷിലൂടെ, ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ബി ഡാഷിലൂടെ ഡെഫിനറ്റായിട്ട് കടന്നു പോകണം. സോ അതിനെ നമുക്ക് വി ക്യാൻ നെയിം സേ B1 ഡാഷ്. അതാണ് ശരിക്കും ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത്. ബി ഡാഷ് ഓൾറെഡി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ഫോർമാലിറ്റിക്ക് നമ്മളതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ സംതിങ് ലൈക്ക് ദിസ്, സീ ദിസ്, നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ അപ്രോക്സിമേറ്റ്ലി അവിടെ നമുക്ക് വരയ്ക്കാം. സീ സംതിങ് ലൈക്ക് ദിസ്, ലെറ്റ് മീ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്നുള്ള വിധത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് വ്യൂ റീജിയനിലും, സോ ഇതേ കേസ് ടോപ്പ് വ്യൂ റീജിയനിലും ചെയ്യാൻ പറ്റും. നമ്മളുടെ ട്രൂ ലെങ്ത് ലൈൻ AM2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് അതിൽ നമുക്ക് നമ്മുടെ റിമൈനിങ് പാർട്ട് മീൻസ് 45 mm. സോ എഗെയിൻ M2 എന്നുള്ള പോയിൻ്റിൽ നിന്ന് ഫർദർ മുമ്പിലേക്ക് അതും ഞാനിവിടെ അങ്ങ് മാർക്ക് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഓൾസോ ദ ട്രൂ ലെങ്ത് പാർട്ട്. ട്രൂ ലെങ്ത് ഓഫ് വാട്ട്? ട്രൂ ലെങ്ത് ഓഫ് MB റിമൈനിങ് പാർട്ട്, ദാറ്റ് ഈസ് 45. സോ അങ്ങനെ മാർക്ക് ചെയ്ത് കിട്ടുന്ന പോയിൻ്റ്, അങ്ങനെ ഒരു എൻഡ് പോയിൻ്റ്, അത് ട്രൂ ലെങ്ത് 45 മാർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ആ എൻഡ്, സോ ദാറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് B2 എന്ന് മാർക്ക് ചെയ്യാം. ആ B2 എന്ന് പറയുന്നതിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് നമ്മുടെ ഒറിജിനൽ പ്ലാൻ പോയിൻ്റ് എൻഡ് ബിയിലൂടെ കടന്നു പോകും. അപ്പോൾ ആ ഒരു ലൈനും കൂടെ വരച്ചു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ വിൽ ബി കംപ്ലീറ്റ്ലി ഓവർ. സോ വാട്ട് ഐ മീൻ ടു സേ ഈസ്, ഇതാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻ. സീ സംതിങ് ലൈക്ക്, let me
do it from somewhere here. Okay, so this, if you draw a horizontal through B2, that definitely will pass through B. അതുകൂടെ പറയാനാണ് ഉദ്ദേശിച്ചത്. സോ ഇത്രയും കൂടെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ കംപ്ലീഷനായി. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം വേണ്ടത് ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ്. തീറ്റ ആൻഡ് ഫൈ മെഷർ ചെയ്ത് എഴുതുമെന്ന് പറഞ്ഞിരുന്നു. സോ ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ് നമുക്ക് അതിന് എ ഡാഷ് ബി ഡാഷും എ ബിയുമാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ എ ഡാഷ് ബി ഡാഷ് ഞാൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, അത് എക്സ് വൈയിൽ മീറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എ ബി ടോപ്പ് വ്യൂ, സ്മോൾ എ ബി ടോപ്പ് വ്യൂ അതും എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് രണ്ടും എക്സ് വൈയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് അത് ചൂസ് ചെയ്യുക. ഇപ്പോൾ ട്രേസസും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. ഈ ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഒരു പ്രാക്ടീസായിട്ട് നമുക്കത് എടുക്കാം. എ ഡാഷ് ബി ഡാഷ് സ്മോൾ എ ഡാഷ് ബി ഡാഷ് അത് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് അത് നമുക്കറിയാം, ദാറ്റ് വിൽ ബി സ്മോൾ എച്ച്. ദെൻ സ്മോൾ എ ബി അത് മീറ്റ് ചെയ്യുന്ന എക്സ് വൈയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് എന്ന് പറയുന്നത് സ്മോൾ വി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടുന്ന് രണ്ടും ഓരോ വെർട്ടിക്കൽ പ്രൊജക്റ്റേഴ്സ് എച്ച് എന്നും അതുപോലെ സ്മോൾ വി എന്നും വരയ്ക്കാറുണ്ട്. അപ്പോൾ സ്മോൾ എച്ച് എന്ന് വരച്ചു, അത് ടോപ്പ് വ്യൂവിൻ്റെ എക്സ്റ്റൻഷനിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ സ്മോൾ വി എന്നും, സി ദ പോയിൻറ്റ്സ് ആർ വെരി ക്ലോസ്, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ നമുക്ക് ആ ക്ലാരിറ്റി ഓഫ് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഏതായിരിക്കും ഒറിജിനൽ എച്ച് ടി, ഒറിജിനൽ എച്ച് ടി വരേണ്ടത് എവിടെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എവിടെയാണ് വരേണ്ടത്, ടോപ്പ് വ്യൂവിൻ്റെ എക്സ്റ്റൻഷനിലായിരിക്കും ഒറിജിനൽ ഹൊറിസോണ്ടൽ ട്രേസ് എച്ച് ടി. അതുപോലെ ഫ്രണ്ട് വ്യൂവിൻ്റെ എക്സ്റ്റൻഷനിൽ ദിസ് പോയിൻറ്റ്, ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത പോയിൻറ്റ് അതായിരിക്കും വെർട്ടിക്കൽ ട്രേസ്. നമ്മുടെ കൊളിനിയാരിറ്റി പറയുന്നത് എന്താ, സ്മോൾ എച്ച് ദെൻ വി ടി ദെൻ എലിവേഷൻ പോയിൻറ്റ്സ് എ ഡാഷ് ബി ഡാഷ് and will be collinear. Similarly, small v, then ht, then top view endpoints in the top view or plan points small a, small b are collinear. So this is the collinearity principle. So this completes the problem in all aspects, and don't forget to measure the angle theta and phi, because അത് വേണമെങ്കിലും റിസൾട്ടിൻ്റെ പാർട്ടാകാം. തീറ്റ ആൻഡ് ഫൈ അത് മെഷർ ചെയ്ത് എത്രയാണ് ആംഗിൾ എന്ന് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. താങ്ക് യു.